ഇതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലേറ്റ് ആയില്ലേ? ഹലോ ഹലോ, രാജേന്ദ്രൻ്റെ വീടല്ലേ? ആരാ? ബാങ്കിൽ നിന്നാന്നേ. വീട് മാറിപ്പോയി കേട്ടോ. അല്ല, ഞാൻ രാജേന്ദ്രൻ. ആള് മാറി, സുന്ദരനായിട്ടുണ്ട്. ലോൺ എടുക്കാൻ ബാങ്കിൽ വരുമ്പോ ഇങ്ങനെ മുടി പിന്നെ നിങ്ങളെ ലോൺ 1.5 ലക്ഷം നിങ്ങൾ എടുത്തത് അല്ലേ? അതിപ്പോ പലിശയും പിഴപ്പലിശയും ചേർത്തിട്ട് 2.5 ആയിട്ടുണ്ട് കേട്ടാ. 2.5. ഞാൻ നിങ്ങളെ കാണാനിരിക്കുക. ലോൺ എടുക്കുമ്പോ എന്താ ആവശ്യം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അത് പിന്നെ എന്തോ ബിസിനസിന് അല്ലേ സാറേ? ബിസിനസ് എല്ലാം വേറെയാ. ലോൺ എടുത്തിട്ട് എന്താ ചെയ്തത്? വിഗ് വാങ്ങിട്ട് തലയിൽ വെച്ചിട്ട് ഇരിക്കുക. കാരണമുണ്ട്, പ്ലാന്റേഷൻ ചെറിയ പ്രോബ്ലം അതുകൊണ്ടായി. വലിയ സ്റ്റൈലിനെ ബാധിക്കില്ലേ? മുന്നേ മുടി നട്ടുപിടിപ്പിച്ചത് ഞങ്ങളെ തല ഞാൻ വെട്ടിയെടുത്തേ. എന്താ നിന്റെ പ്രശ്നം? എനിക്കാ പ്രശ്നം സാറ്. നിങ്ങൾ അറിയണം, ഈ മുടി വെച്ചതിന് ശേഷം സാധാ സമയം കണ്ണാടിന് മുന്നിലാ. അത് മാത്ര കണ്ട പെണ്ണുങ്ങളോടല്ലേ ഇപ്പൊ ഓഡിയോ കോളും മറ്റു വീഡിയോ കോളിലുള്ളത്. ഈ പോക്ക് പോന്നെയാണെങ്കിൽ എനിക്കെന്നെ ഭർത്താവിനെ നഷ്ടം. ഇതിന് ഉത്തരവാദികൾ നിങ്ങളാണ്. നമ്മളെന്താ ചെയ്യണ്ടേ? നിങ്ങൾ ഈ ലോണ് കൊടുത്തിട്ടില്ല, ഇയാൾ ഈ വിഗ് വെക്കുവേനോ? കണ്ട പെണ്ണുങ്ങളോട് മയങ്ങാൻ പോവുകേനോ? ഈ മകുടം തലയിൽ വെക്കുന്ന മുന്നേ കുറച്ചെങ്കിലും എൻ്റെ അടുത്ത് സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ അതും ഇല്ല. അയാൾ സംസാരിക്കുന്നല്ലേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അത് ചെന്നോക്ക, നിങ്ങൾ ഇയാളെ കൂടെ എല്ലായിടത്തും പോകുന്നുണ്ടോ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ അയാൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നിങ്ങൾ ഉപേക്ഷിക്കൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇനിയിപ്പോ അതിന്റെ ഒരു കുറവും കൂടിയാണ്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടാണ് ജീവിതം അവസാനിപ്പിക്കും. നിങ്ങൾ ബേജാറാവണ്ട, അത് അവളുടെ സ്ഥിരം ഡയലോഗാ. നിങ്ങൾ ഇരിക്ക്. ഇതങ്ങ് കൊണ്ടുപോയിക്കോ. ഇയാളുടെ ഒരു ഐലോക്കും ഫിംഗർ ലോക്കും മാനേജറെ, എന്റെ വീക്കാ എനിക്ക് ഇതാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. ഇത് തൊണ്ടിയല്ല തണ്ടി. ഇതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത് തന്നില്ല ഞാൻ എല്ലാരെയും കൊല്ലും. എന്റെ വിഗ് താടാ. എനിക്കും ഇതുണ്ടായിട്ടില്ലല്ലോ. എന്റെ മുടി താടാ. ഇവിടെ മുടി താടാ. എന്റെ വിഗ് താടാ. ഇവിടെ എന്റെ വിഗ് താ. പിഴപ്പലിശക്ക് തൽക്കാലം ഈ ബിഗ് മതി പൊട്ടെ.